പിന്നെ 5 എന്ന് പറയുന്നത് എല്ലാ 5കളും അൺലക്കി ഫൈവ്സ് എന്നാണ് പറയുക. അൺലക്കി എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും എല്ലാ 5ലും. അപ്പൊ നിങ്ങളൊരു കാര്യം നോക്കണം, നമ്മൾ എന്ത് കാര്യം പുതിയതായിട്ട് തുടങ്ങിയാലും നമുക്ക് എന്ത് പറ്റും? തുടക്കത്തെ ഒരു സക്സസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ചലഞ്ചസ് ആണ്, വെല്ലുവിളികളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ കാർഡിലേക്ക് ഇപ്പൊ ഫോക്കസ് ചെയ്യാം. എല്ലാ 5ഉം വെല്ലുവിളികളായിരിക്കും. ഈ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി ഇവരെല്ലാം വെക്കുന്നുണ്ട് ശരിക്കും, പക്ഷെ ഒരു അടിക്കലും ഇടിക്കുന്നൊന്നുമില്ല. ഇവര് വാൺസ് ഉയർത്തി പിടിച്ചിരിക്കുന്നു ഒരു വെപ്പണായിട്ട്. പക്ഷെ സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും ഇവരാരും ഫൈറ്റ് ചെയ്യല്ല ചെയ്യുന്നു. അപ്പൊ ഈ കാർഡിന്റെ അർത്ഥം കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലോ ഏത് ഇതിലാണെങ്കിലും നിങ്ങളിപ്പോ കോമ്പറ്റീഷൻ നേരിടുന്നുണ്ടാവും, അല്ലെങ്കിൽ തടസ്സം നേരിടുന്നുണ്ടാവും. അപ്പോ അങ്ങനെയുള്ള സമയത്താണ് ഈ കാർഡ് വരിക. അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കണം, ഇപ്പോ നമ്മുടെ പറയുക ചില സമയങ്ങള്, ചില സന്ധികൾ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് ഇതുപോലത്തെ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലാണ്. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം എല്ലാവരും തുല്യരാണ് ഇവിടെ. പക്ഷെ ഇവർക്ക് ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മളെ ഡിറ്റർമിനേഷൻ കൂടിയിട്ട് ഇത് കുറച്ചൊരു കഷ്ടകാല സമയത്താണ് ഈ കാർഡ് വരിക. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ എന്താക്കണം, ഒരു കാര്യവും നീണ്ടു നിൽക്കില്ല. ഇയാൾ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്, ഇവരെ തടയാനാണ് നോക്കുന്നത്. ഈ പ്രതിസന്ധങ്ങൾ കടന്നു മാറി നമ്മൾ എന്താ പറയുക, മുന്നോട്ട് പോകണം എന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സന്ദേശമാണ് ഈ കാർഡ് തരുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരും പതറിപ്പോകുന്ന ഒരു സമയമാണ്. 2 കഴിഞ്ഞാൽ നമ്മൾ പതറുന്നത് 5ലാണ്.